കഴിഞ്ഞ പ്രോഗ്രാമിൽ എന്തെല്ലാം തരത്തിലുള്ള അപകടകരമായിരിക്കുന്ന വാദഗതികളാണ് ഉന്നയിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ശിർക്കിന് പ്രതിഫലനമുണ്ട് എന്ന് പറയാൻ ആ വിഷയവുമായി നേർക്കുനേരെ ഒരു ബന്ധവുമില്ലാത്ത ഒരായത്തെടുത്ത് തെളിവുദ്ധരിക്കാൻ വരെ കാണിച്ചിരിക്കുന്ന ധൈര്യം, പടച്ച റബ്ബിൻ്റെ പേരിൽ വരെ എന്തും പറയാം എന്നുള്ള ആ ഒരു ധൈര്യമാണ്, തൻ്റെ ഇടമാണ്. ഇത് എന്തായിരുന്നാലും മുജാഹിദ് പാരമ്പര്യമല്ല. അള്ളാഹുവിൻ്റെ പേരിലും അവൻ്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ പേരിലുമൊക്കെ തങ്ങൾക്ക് തോന്നിയതെന്തും വിളിച്ചു പറയാം എന്ന ധാരണ അത് മുജാഹിദ് പാരമ്പര്യമല്ല, മുസ്ലിം പാരമ്പര്യമല്ല. ഇവിടെ വിശദീകരിച്ചു. ശിർക്കിന് ഫലമുണ്ട് എന്ന് പറയാൻ പലപ്പോഴായി പലതും പറഞ്ഞല്ലോ. അവസാനം പറഞ്ഞതാണ് കുല്ലൻ നുബിദു ഹ ഉലായി വഹ ഉലായി, സൂറത്ത് ഇസ്രായേൽ ആയത്ത്. അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കുമൊക്കെ നമ്മൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ഔദാര്യം ഒരിക്കലും മുറിഞ്ഞു പോകുന്നതല്ല എന്ന് പറയുന്ന ആയത്ത്. അതിൽ അക്കൂട്ടരും ഇക്കൂട്ടരും എന്ന് പറഞ്ഞാൽ ആരാ? ഇയാളുടെ വാദപ്രകാരം അല്ലെങ്കിൽ ഇയാൾ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയപ്രകാരം അതിലൊരു കൂട്ടർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും ഒരു കൂട്ടർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവരും ഉത്തരം നൽകും. അങ്ങനെയല്ലേ കുല്ലൻ നുബിദു ഹാവുലായി വ ഹാവുലായി എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടത്? കിട്ടുമോ? ആ രണ്ട് ടീം ആരാണ് എന്ന് തൊട്ട് മുമ്പുള്ള രണ്ടായത്തുകൾ സൂചിപ്പിച്ച് നേരത്തെ പറഞ്ഞുകൂടെ? വിശദീകരിക്കുന്നില്ല. ഒന്ന്, ഐഹിക ജീവിതത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കും അള്ളാഹു എന്ത് ചെയ്യും? ഇവിടെ കുറച്ചൊക്കെ കൊടുക്കും. രണ്ട്, പാരത്രിക ജീവിതം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അമലുകൾ നിർവഹിച്ച് അതും ഈമാനോടുകൂടി നിർവഹിക്കുന്ന ആളുകൾ, അവർക്കും അള്ളാഹു എന്ത് ചെയ്യും? ഇവിടെ പിന്നെ അവൻ്റെ അനുഗ്രഹങ്ങൾ നൽകും. ഇതിലെവിടെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആരാധനപരമായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്ത് ആ നിലക്കുള്ള ശിർക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് ഈ ആയത്തിൽ എവിടെയാണുള്ളത്? ഇതിലാരാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ബാധിച്ചിട്ട് പ്രതിഫലം കിട്ടിയത്? ആരാണ്? ആർക്ക് കിട്ടുന്ന പറഞ്ഞ്? മാത്രമല്ല രണ്ടിലും വിഷയം എന്താ? കുല്ലൻ നുമിദ്ദു 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 ഹൗലായി വഹൗലായി. ഈ രണ്ടു കൂട്ടർക്കും നാം നൽകുന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ രണ്ടു കൂട്ടർക്കും നാം നൽകും. മീൻ അതായി റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ ഔദാര്യം, വിഭവങ്ങൾ, അനുഗ്രഹങ്ങൾ ആരാ നൽകുന്നത്? നാം നൽകും. ആർക്ക്? നിങ്ങളുടെ ഭാഷയിലാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർക്കും. ആരാ നൽകുക? രണ്ടുപേർക്കും അള്ളാഹു. ശിർക്കിൻ്റെ പ്രതിഫലനം ഉണ്ടാകണമെങ്കിൽ, പ്രതിഫലം കിട്ടണമെങ്കിൽ ആരോടാണോ തേടിയത് അല്ലെങ്കിൽ ആർക്കാണോ ഇബാദത്ത് നിർവഹിച്ചത്, ആരിൽ നിന്നാണോ അങ്ങനെ പ്രതീക്ഷിച്ചത്, അവരിൽ നിന്ന് കിട്ടണ്ടേ? അങ്ങനെ അവരിൽ നിന്ന് കിട്ടും എന്ന് പറയുന്ന എന്തെങ്കിലും പറഞ്ഞോ? എന്നാൽ ആ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിനെ തങ്ങൾക്ക് തോന്നിയ വിധത്തിൽ ദുർവ്യാഖ്യാനിച്ച് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ധൈര്യം എന്താണെന്നറിയോ? തങ്ങൾ എന്തു പറഞ്ഞാലും ചിന്താശേഷി കൊട്ടിയടച്ചതുകൊണ്ട്, ആലോചിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്, തങ്ങൾ പറയുന്ന തിരുവായ്ക്ക് എതിർവായില്ലാതെ അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീം തൊട്ട് താഴെ ഉള്ളത് കൊണ്ടാണ്. അവരോടാണ് എനിക്ക് ആദ്യം സംസാരിക്കാനുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ ഏതാണ്ട് പകുതിക്ക് പറയുന്നുണ്ട്, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅബുൽ അദാബ് വതഖത്തുഅത് ബിഹിമുൽ അസ്ബാബ്. പിൻപറ്റപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാർ പിൻപറ്റിയിരിക്കുന്ന അനുയായികളെ വിട്ടൊഴിഞ്ഞു പോകുന്നൊരു സന്ദർഭം പരലോക പറഞ്ഞത്.
പിൻപറ്റപ്പെട്ടിരിക്കുന്ന നേതാക്കന്മാർ പിൻപറ്റിയിരിക്കുന്ന അനുയായികളെ വിട്ടൊഴിഞ്ഞു പോകുന്ന, അവരുടെ ഉത്തരവാദിത്വം ഒഴിവാകുന്ന ഒരു സന്ദർഭം. മാത്രമല്ല വറഅഉൽ അദാബ്, അവർ ശിക്ഷയെ നേർക്കുനേരെ കാണും, അനുഭവിക്കുന്നർത്ഥം. വതഖത്തുഅത് ബിഹിമുൽ അസ്ബാബ്, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. തീർന്നില്ല. അപ്പോ ആ പിൻപറ്റിയിരിക്കുന്ന ആൾക്കാരെന്ത് പറയും? വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ കറത്തൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. പിൻപറ്റിയിരിക്കുന്ന അനുയായികൾ പറയും, പടച്ചോനെ ഒരു തിരിച്ചുപോക്ക് നൽകുമോ? ഒന്നുകൂടി പഴയ അവസ്ഥയിലേക്ക് പോകാൻ അവസരം തരുമോ? അങ്ങനെ തന്നാൽ ഇന്ന് ഈ നേതാക്കന്മാർ ഞങ്ങളെ വിട്ടൊഴിഞ്ഞു പോയതുപോലെ ഞങ്ങൾ അവരെയും വിട്ടൊഴിഞ്ഞു പോകും. എന്താ അതിനർത്ഥം? ദുനിയാവൊന്ന് കുടുങ്ങിപ്പോയതാ. ആലോചിക്കാതെ ചിന്തിക്കാതെ പടച്ചിറപ്പ് നൽകിയിരിക്കുന്ന ബുദ്ധി ഉപയോഗിക്കാതെ ഈ തിരുവായ്ക്കെതിർവായില്ല എന്ന് നിനക്ക് സ്വീകരിച്ചതുകൊണ്ടാ ഈ അപകടത്തിൽ ചെന്ന് ചാടിയത്. അതിനാൽ ഒരു തിരിച്ചുപോക്ക് തരുമോ? എന്നാൽ ഇന്ന് ഞങ്ങളെ വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്ന ആളുകളിൽ നിന്ന് അന്ന് ഞങ്ങളും വിട്ടൊഴിഞ്ഞു പോകും. പക്ഷേ ഒരു കാര്യമല്ല. എന്താ ഒരു അവസ്ഥ? കദാലിക നുരീഹിമുൽ ആയ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അപ്രകാരം അവരുടെ അമലുകളെ, പ്രവർത്തനങ്ങളെ സങ്കടമായി, ദുഃഖമായി, ഖേദമായി അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. വമാഹും ബിഖാരിജീന മിനന്നാർ, അവരോ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്ന അഥവാ പുറത്താക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടുകയുമില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നരകത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും നരകത്തിൽ ശാശ്വതരെന്നല്ലല്ലോ. ഓരോരുത്തർക്കും അവർ ചെയ്തിരിക്കുന്ന പാപത്തിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞാൽ, അതിന് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പുറത്താക്കും, അവർ വിശ്വാസികളാണെങ്കിൽ, സൽക്കർമ്മങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ വിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഭാഗമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെ കുറേ ആൾക്കാർ നരകത്തിന് പുറത്താകുന്നുണ്ട്. ആ പുറത്താകുന്നവരിൽ ഇവർ ഉൾപ്പെടില്ല. ഇവർ നരകത്തിലാണ്. ആരാ നരകത്തിലാകുന്നത്? ഈ നേതാക്കന്മാരെ അന്ധമായി അനുകരിച്ചിരിക്കുന്നവർ. ഇത്തരം നേതാക്കന്മാരെ അന്ധമായി അനുകരിച്ചിരിക്കുന്നവർ, അവരെ പിൻപറ്റിയിരിക്കുന്നവർ, അവർ പറയുന്നതെന്തും യാതൊരു എതിർപ്പും കൂടാതെ സ്വീകരിക്കുന്നവർ. ഇതുകൊണ്ട് തീർന്നില്ല. ഇതിലേക്ക് ചേർത്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. അതിലൊരു ഭാഗം എന്താ അറിയോ? പരലോകത്ത് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ പരലോകത്ത് വരുമ്പോൾ അതിലുള്ള ചില ആളുകൾ അവിടെ മുഖം കുത്തി വീഴും. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. സൂറത്ത് അഹ്സാബ്. നരകത്തിലേക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മുഖം കുത്തി വീഴുമ്പോൾ അവർ പറയാണ്, യഖൂലൂന യാ ലൈതനാ, ഞങ്ങളുടെ നാശമേ, അതഅന അല്ലാഹ വ അതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, അവന്റെ പ്രവാചകരെയും അനുസരിച്ചിരുന്നുവെങ്കിൽ ഈ നാശം വരില്ലായിരുന്നു. ബാക്കി എന്താ? വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാന ഫഅളല്ലൂന സബീല. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളിലെ പ്രമാണിമാരെയും ഒക്കെയാണ് അംഗീകരിച്ചത്, അവരൊക്കെയാണ് സ്വീകരിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാരെ, വലിയ വലിയ ആൾക്കാരൊക്കെ ഞങ്ങളുടെ കൂടുതൽ അവരൊക്കെയാണ് ഞങ്ങൾ പിൻപറ്റിയത്. പക്ഷെ എന്ത് ചെയ്തു? ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴികേടിലാക്കി, അവർ ഞങ്ങളെ വഴിപടപ്പിച്ചു. ചിന്തിക്കാനാശില്ല, പഠിക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾ കേട്ടാൽ മതി. അതാണ്. തീർന്നില്ല കേട്ടോ. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅൻ കബീറ. അല്ലാഹുവേ, ഇവർക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിൻ്റെ ഇരട്ടി, രണ്ടിരട്ടി ശിക്ഷ കൊടുക്കണേ. ആർക്ക്? ഇപ്പം ഈ താലോലിച്ച് കൊണ്ടു നടക്കുന്ന നേതാക്കന്മാർക്ക്, പൂവിട്ട് പൂജിക്കുന്ന നേതാക്കന്മാർക്ക്, എന്തു പറഞ്ഞാലും എതിർപ്പില്ലാതെ, എതിരൊന്നും പറയാതെ സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന നേതാക്കന്മാർക്ക്, അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ കൊടുക്കുകയും അവരെ നീ വലിയ തോതിൽ ശപിക്കുകയും ചെയ്യണമേ. ഇത് പരലോകത്തിലെ അവസ്ഥയാണ്. എന്താ വിഷയം? ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്?
ആരെന്ത് പറഞ്ഞാലും നേതാക്കന്മാരാണെങ്കിൽ അതൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ. ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ചേർത്ത് പറയുന്നുണ്ട്. ഒറ്റ ഭാഗം കൂടി പറഞ്ഞു നോക്കട്ടെ. വല്ലദീന ജിത്തനിബു ത്വാഗൂത്ത് അയ്യഅ്ബുദൂഹ വഅനാബു ഇലല്ലാഹി ലഹുമുൽ ബുശ്റ. എല്ലാ ദുർമൂർത്തികളെ വെടിയുകയും ദുർമൂർത്തികളെ ആരാധിക്കാതിരിക്കുക, അഥവാ വെടിയുക. അതോടൊപ്പം അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്ന ആളുകൾ ലഹുമുൽ ബുശ്റ, അവർക്കാണ് സന്തോഷ വാർത്ത. ആരാണവർ? ഫബശ്ശിർ ഇബാദ്, അങ്ങനെയുള്ള എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സന ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് വഉലൈക ഹും ഉലുൽ അൽബാബ്. ആരാണവർ? കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കും, അതിൽ നിന്ന് ഏറ്റവും നല്ലത് സ്വീകരിക്കും. എല്ലാം കൂടി വിടുങ്ങല്ല, ഏറ്റവും നല്ലത് ശരിയായത് മാത്രം സ്വീകരിക്കും. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത്. ഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ളവർ, ചിന്താശേഷിയുള്ളവർ. ഇനി നരകത്ത് പോകാൻ എന്തെങ്കിലും പണിയെടുക്കണോ? നരകത്ത് പോകാൻ പ്രത്യേകിച്ച് വല്ല പണിയെടുക്കണോ? ഒരു പണിയെടുക്കാതെ പോകാന്നല്ല. അത് ഖുർആൻ പറഞ്ഞ വലഖദ് റഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. നരകത്ത് പോകാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. എങ്ങനെ വെറുതെ ഇരിക്കാം? ലഭിച്ചിരിക്കുന്ന ചിന്താശേഷി ഉപയോഗപ്പെടുത്താതെ. ഹൃദയങ്ങളുണ്ട്, കാര്യങ്ങൾ ഗ്രഹിക്കാൻ തയ്യാറാവില്ല. കണ്ണുകളുണ്ട്, കണ്ട് മനസ്സിലാക്കാൻ തയ്യാറാവില്ല. കാതുകളുണ്ട്, കേട്ട് മനസ്സിലാക്കാൻ തയ്യാറാവില്ല. അങ്ങനെയുള്ളവർ ആരാ? അവർ മൃഗങ്ങളെ പോലെയാണ്. പക്ഷെ മൃഗങ്ങളെ പോലെയാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും. എന്താ കാരണം? മൃഗങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ. കണ്ടറിയാനുള്ള കണ്ണില്ല, കേട്ട് മനസ്സിലാക്കാനുള്ള കാതില്ല. ശബ്ദമൊക്കെ കേൾക്കും, കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവില്ല. അങ്ങനെ ഇല്ലാത്ത മൃഗങ്ങളെപ്പോലെ ആണ് ഈ കഴിവുണ്ടായിട്ട് ഉപയോഗിക്കാത്തവർ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു. അതുകൊണ്ട് അതെന്ന് പറഞ്ഞു ബൽഹും അലല്ല്, അതിനേക്കാൾ അതപ്പതിച്ചവരാണെന്ന്. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവർ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ വളർന്ന മൃഗങ്ങൾക്കൊക്കെ കിടന്നുറങ്ങാൻ ഒരു തൊഴുത്തുണ്ടാവും. പശുവിനും പോത്തിനൊക്കെ അല്ലേ ഉണ്ടാവും, ഒരു തൊഴുത്തുണ്ടാവും. ആ തൊഴുത്തിലാവ കിടന്നുറങ്ങാം. എന്നാൽ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ട് ചിന്തിക്കാത്ത ഇത്തരം മനുഷ്യന്മാർ, നരകത്തിന്റെ വറകുകൊള്ളികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകൾ, അവർ കിടക്കേണ്ടത് അതിൻ്റെ പിന്നിലുള്ള ചാണകക്കുഴിയിലാണ്. ബൽഹും അതല്. എന്താ കാരണം? ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരായിരുന്നു. ഈ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ആസ്ഥാനത്ത് പറയുന്ന വിഷയങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്തടത്ത് അത് കേൾപ്പിച്ചിട്ട് പടച്ച റബ്ബ് എന്തിനെയാണോ ഇവിടെ ഏറ്റവും ശക്തിയുക്തം എതിർക്കുകയും അതുപോലെ പടച്ചവന് ഏറ്റവും കോപമുള്ളതും ഒരിക്കലും പൊറുക്കപ്പെടാത്തുമായിരിക്കുന്ന വിഷയം എന്താണോ ആ വിഷയത്തിന് പ്രതിഫലമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ, അതിനുവേണ്ടി അള്ളാന്റെ ഖുർആന്റെ ആയത്ത് തന്നെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. എന്നിട്ടോ അത് ആർക്കെങ്കിലും കൂടെക്കുന്ന ആർക്കെങ്കിലും ബോധ്യായോ? കൂടെ നിൽക്കുന്ന അനുയായികൾക്ക് ബോധ്യായോ? സഹപ്രവർത്തകർക്ക് ബോധ്യായോ? ആവൂല. എന്താ കാരണം? അവരിതിലൊന്നും ശ്രദ്ധിക്കണില്ല. അവർ ഈ ആളെ മാത്രം നോക്കണേ. മുപ്പര് ഭയങ്കര ഉഷാറാ, മനസ്സിലായല്ലോ? അങ്ങനെ പിന്തുടരുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇവിടെ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രഭാഷണം ഉണ്ടല്ലോ, ആ പ്രഭാഷണം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് ശൈത്താൻ്റെ വലിപ്പം പറയാനാണ്. കഴിഞ്ഞ പ്രസംഗമല്ല, അതിന് മുമ്പത്തെ പ്രോഗ്രാം. ശൈത്താൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അത്ര കഴിവുണ്ട്, ഇത്ര കഴിവുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഒരു വേള ഇവർ നടത്തിയിരിക്കുന്ന ഈ 4 പ്രോഗ്രാമുകളിലും പടച്ചോന്റെ മഹത്വം പറയാൻ അത്ര സമയം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പടച്ചോന്റെ വലിപ്പവും അവന്റെ മഹത്വവും അവന്റെ പ്രത്യേകതയും അവൻ നൽകുന്ന കാരുണ്യവും അങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ, പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ നൽകുന്ന ഉത്തരമടക്കമുള്ള വിഷയങ്ങൾ പറയാൻ ഇത്രയൊന്നും സമയം ചെലവഴിച്ചിട്ടില്ല. അതിന് ആ ശൈത്താന്റെ മഹത്വം പറയാൻ വേണ്ടി ഏതെല്ലാം പുസ്തകങ്ങളാ, ഏതെല്ലാം പ്രസിദ്ധീകരണങ്ങളാ, ഏതെല്ലാം വിഷയങ്ങളാ അല്ലേ? എന്നാൽ ആ ശൈത്താൻ തന്നെ ശൈത്താനെ പറ്റി പറയുന്നതാണ് അല്ലാഹ് പറഞ്ഞത്. സൂറത്ത് ഇബ്രാഹിം, വഖാല ശൈത്താൻ ലമ്മാ ഖുദിയൽ അംർ
കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശൈത്താൻ പറയും, സാക്ഷാൽ ശൈത്താനെ പറ്റി ശൈത്താൻ തന്നെ പറയുന്ന അന്നേണ് പറയണത്. അപ്പം എന്തായാലും അബദ്ധാവൂല, തെറ്റാവൂല എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്താ പറയാ ശൈത്താൻ? വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, അതാണ് സത്യമായ വാഗ്ദാനം. പിന്നെ വവഅത്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും നിങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഞാൻ അത് ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഞാനത് ലംഘിച്ചിരിക്കുന്നു. തീർന്നില്ല. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. പിന്നെന്താ? ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ, ഞാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ ഈ കള്ളുഷാപ്പിക്ക് പോരി, നിങ്ങൾ ഈ തോന്നിയാസത്തിന് പോരി, ഈ വണ്ടാത്തരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കോളി, കക്കാൻ പോരി, കൊല്ലാൻ പോരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചു. നിങ്ങൾ എൻ്റെ വിളിക്കുത്തരം ചെയ്തു. ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എന്നെ വിളിക്കുത്തരം ചെയ്തു എന്നല്ലാതെ നിങ്ങളൊരു കള്ളുഷാപ്പിലേക്കും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാനുള്ള അധികാരം എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങളൊരു തെറ്റായ കാര്യത്തിലേക്കും അങ്ങനെ കെട്ടിവരിഞ്ഞു കൊണ്ടുപോകാനുള്ള കഴിവോ അല്ലെങ്കിൽ പ്രാപ്തിയോ അതിനുള്ള പിന്നെ അവകാശമോ അതിനുള്ള സ്വാതന്ത്ര്യമോ അധികാരമോ എനിക്കുണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? നിങ്ങൾ ഞാൻ വിളിക്കും, അതാണ് ഈ വസ്വാസ് പറഞ്ഞത്. മനുഷ്യന്റെ മനസ്സിന് തോന്നിപ്പിക്കുന്ന കാര്യം തിന്മ നല്ലതാക്കി കാണിച്ചു കൊടുക്കുക, തോന്നിപ്പിച്ചു കൊടുക്കുക, അപ്പോൾ ആൾക്കാരുടെ പിന്നാലെ വരും. അങ്ങനെ ഞാൻ നിങ്ങളെ വിളിക്കുക മാത്രമാണ് ചെയ്തത്, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു. എന്നിട്ട് ബാക്കി എന്താ? ഫലാ തലൂമുനി, അതിനാൽ നിങ്ങൾ ഇന്നെ ആക്ഷേപിക്കണ്ട, വലൂമു അൻഫുസകും, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളീ. ഇനി ബാക്കി പറഞ്ഞെന്താ? നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ സഹായിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. ബാക്കി അതാണ്. നിങ്ങളെ സഹായിക്കാൻ എനിക്കും കഴിയില്ല, എന്നെ സഹായിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. എന്നാൽ പരലോകത്ത് വരുമ്പോൾ ശൈത്താൻ വിളിച്ചു പറയുന്ന, ശരിക്കും പറഞ്ഞാൽ ഓൻ്റെ ഒരു നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇതാണ് ശൈത്താൻ ഇവിടെ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ, അല്ലെങ്കിൽ എന്താണോ ഈ പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുകതാണ്. മനുഷ്യനിൽ വസ്വാസം ഉണ്ടാക്കിയിട്ട് അവൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് അവരെ കൊണ്ട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് ആ തിന്മയിലൂടെ നരകത്തിലേക്ക് എത്തിക്കാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതല്ലാത്ത ബാക്കി പറഞ്ഞതെല്ലാം എന്താണ്? ഇവരുടെ വക വ്യാഖ്യാനിച്ചൊപ്പിച്ചതോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളോ ദുർന്യായങ്ങളോ മാത്രമാണ്. ആ ശൈത്താന്റെ മഹത്വം പറയാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന് പറയാനാണ് ഒരു പ്രസംഗത്തിലെ, ഒരു പ്രോഗ്രാമിലെ ഏതാണ്ട് 3 ഭാഗത്തിലധികം ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല.